ഹായ് ഫ്രണ്ട്സ്, ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പ് കന്യാകുമാരിയിലോട്ടാണ്. കന്യാകുമാരിയും പത്മനാഭപുരം പാലസും ഒരു ദിവസത്തിൽ കണ്ടു മടങ്ങുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ എയിം. ഇപ്രാവശ്യത്തെ യാത്രയിൽ നമ്മുടെ കൂടെ അമ്മയും അച്ഛനും അനിയത്തി ഉണ്ട്. കന്യാകുമാരി കാണാന്നുള്ളത് അമ്മ ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു. തിരുവനന്തപുരം യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം എന്റെ ഏട്ടന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു പത്മനാഭപുരം പാലസും കൂടെ കാണണം എന്നുള്ളത്. ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ഏകദേശം ഒരു 33-34 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമല്ല. എങ്കിലും ഇതൊരു പരീക്ഷണ യാത്രയാണ്. രാത്രി 7:30ക്കുള്ള കോയമ്പത്തൂർ ടു നാഗർകോവിൽ എക്സ്പ്രസ്സിലാണ് നമ്മൾ ആദ്യം കയറിയത്. അതിനുശേഷം നാഗർകോവിലിൽ നിന്ന് 4:50 കന്യാകുമാരി എക്സ്പ്രസ്സും. കൃത്യം രാവിലെ 5:30 നമ്മൾ കന്യാകുമാരി എത്തി. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് എൻഡ് ചെയ്യുന്ന ഭാഗം കണ്ടപ്പോൾ ഒരു ചെറിയ കൗതുകമൊക്കെ തോന്നി. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ നേരെ പോയത് സൺറൈസ് വ്യൂ പോയിന്റിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓൾമോസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഓട്ടോ വിളിച്ചും പോകാം. ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പില് നല്ല ഭംഗിയുള്ള ഒരു സൂര്യോദയം കണ്ടുകൊണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയത് വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ഫെറിയുടെ ടിക്കറ്റിനുള്ള ക്യൂവിൽ ഇടം പിടിക്കാനാണ്. അത്യാവശ്യം നീണ്ട ക്യൂ ആയതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കുന്ന നേരം മാറി മാറി നിന്നുകൊണ്ട് പരിസര പ്രദേശങ്ങൾ കാണാനിറങ്ങി. നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അവർ ലേഡി ഓഫ് റാൻസം ചർച്ച് കാണാനാണ്. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കോവിലുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ലേഡി ഓഫ് റാൻസം ചർച്ച് കന്യാകുമാരി പാരിഷ് ചർച്ച് എന്നും അറിയപ്പെടുന്നു. 1914 ഈ ചർച്ച് വന്നിട്ടുള്ളത്. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് വരുന്ന വഴിക്ക് ശ്രീ ഭഗവതി അമ്മൻ കോവിലിലും കയറി വഴിയോര കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ക്യൂവിലേക്ക് തന്നെ വന്നു നിന്നു. കന്യാകുമാരിയുടെ പ്രധാന അട്രാക്ഷൻ ആയിട്ടുള്ള വിവേകാനന്ദ പാറയിലേക്ക് എത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഫെറി യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഫെറിയുടെ ടിക്കറ്റിനായിട്ടുള്ള ക്യൂ വളരെയധികം നീണ്ട ക്യൂ ആണ്. 2 തരത്തിലുള്ള ടിക്കറ്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് 75 രൂപയുടെ നോർമൽ ടിക്കറ്റ്, പിന്നീട് ഒന്നുള്ളത് 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് ക്യൂ. ആ സ്പെഷ്യൽ ടിക്കറ്റ് ക്യൂവും അത്രയും വലിയ ക്യൂ ആയിരുന്നു. ഈ 2 സംവിധാനം അല്ലാതെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന വേറൊരു സംവിധാനവും കൂടെ ഉണ്ട്. പക്ഷെ അത് ഒരുവിധം അവിടെ എത്തുന്ന ആർക്കും തന്നെ അതിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. 6:30 മുതൽ 10:30 വരെയാണ് നമ്മൾ ക്യൂ നിന്നത്. ഓൾമോസ്റ്റ് 4 മണിക്കൂർ. ഈ യാത്രയിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. ചെറിയൊരു ദൂരം മാത്രമാണ് ഫെറിയിൽ നമുക്ക് യാത്ര വരുന്നത്. ഫെറിയിലേക്കുള്ള എൻട്രൻസിൽ മാത്രം 300 രൂപ ടിക്കറ്റ് എടുത്ത യാത്രികർക്ക് മുൻഗണന ഉണ്ട്. നല്ല ഭംഗിയുള്ള കടലിലെ യാത്ര ആസ്വദിച്ച് നമ്മൾ വിവേകാനന്ദ പാറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും എൻട്രൻസ് ഫീസ് ഉണ്ട്. 30 രൂപയാണ് അവിടെ എൻട്രൻസ് ഫീസ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് തൊട്ടടുത്ത കൗണ്ടറിൽ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിലെ ഒരു സ്മാരകവും പ്രശസ്തമായ വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രവുമായ വിവേകാനന്ദ പാറ സ്വാമി വിവേകാനന്ദന്റെ സ്മരണയ്ക്കായിട്ട് 1970 നിർമ്മിച്ച്. ഈ പാറയിലിരുന്നാണ് സ്വാമി വിവേകാനന്ദന് ജ്ഞാനോദയം നേടിയത് എന്ന് പറയപ്പെടുന്നു. 1892 കന്യാകുമാരിയിലെ കടൽ തീരം നീന്തി കടലിന്റെ നടുവിലുള്ള പാറയിലെത്തി സ്വാമി വിവേകാനന്ദൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം 3 പകലും രാത്രിയും പാറയിൽ ധ്യാനിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു എന്നതാണ് കഥ. വിവേകാനന്ദ മെമ്മോറിയലിന്റെ എൻട്രൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അജന്ത കേവ്സിന്റെ എല്ലോറ കേവ്സിന്റെയും സിമിലർ ആയിട്ടുള്ള ഒരു മോഡലിലാണ്. അത് മാത്രമല്ല ഇവിടെയുള്ള ടെമ്പിളിന് വേലൂരുള്ള ശ്രീരാമകൃഷ്ണ ടെമ്പിളുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഐതിഹ്യങ്ങൾ അനുസരിച്ച് കന്യാകുമാരി ദേവി അതായത് പാർവതി ശിവഭക്തിയിൽ തപസ് ചെയ്തത് ഈ പാറയിലാണ്. ധ്യാന മണ്ഡപം എന്നറിയപ്പെടുന്ന ഒരു ധ്യാന ഹാളും സന്ദർശകർക്ക് ധ്യാനിക്കുന്നതിനായിട്ട് സ്മാരകത്തോട് ചേർന്നിട്ടുണ്ട്. മണ്ഡപത്തിന്റെ രൂപകൽപ്പനയിൽ ഇന്ത്യയിലുടനീളമുള്ള വ്യത്യസ്ത ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകള്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പിന്നീട് നേരെ പോയത് തിരുവള്ളുവർ പ്രതിമ കാണാനാണ്. തിരുവള്ളുവർ പ്രതിമയെയും വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതുതായി പണി കഴിപ്പിച്ച ഗ്ലാസ് ബ്രിഡ്ജ് ഡിസംബർ 30, 2024 ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിലൂടെ കടൽ തിരമാലകളെയും നോക്കിക്കൊണ്ട് നടക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കന്യാകുമാരിയിലെ കടലിന്റെ മധ്യത്തിലായിട്ട് 30 അടി ഉയരത്തിലുള്ള ഒരു പാറയില് തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച തിരുക്കുറളിന്റെ രചയിതാവായ തിരുവള്ളുവരുടെ 133 അടി ഉയരമുള്ള പ്രതിമയാണ് കന്യാകുമാരി തിരുവള്ളുവർ പ്രതിമ.
1990-കളിലാണ് ഈ പ്രതിമയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2000 ജനുവരി 1-നാണ് ഉദ്ഘാടനം ചെയ്തത്. നിരവധി കറുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കെട്ടിടം തന്നെയാണ് ഈ പ്രതിമ. ഹാളിന്റെ ഉൾവശത്തെ ചുമരില് 133 ശ്ലോകങ്ങൾ തമിഴിലും അവയുടെ തത്തുല്യമായ ഇംഗ്ലീഷ് വിവർത്തനത്തിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. 2004-ലുണ്ടായ സുനാമിയും അതേമാതിരി ഭൂകമ്പവും എല്ലാം അതിജീവിച്ച പ്രതിമയാണിത്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലെയും തിരുവള്ളുവർ പ്രതിമയിലെയും കാഴ്ചകളെല്ലാം കണ്ടതിനു ശേഷം നമ്മൾ വീണ്ടും ഫെറിയിൽ കയറി തീരത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങോട്ടുള്ള യാത്രയെക്കാട്ടിലും തിരിച്ചിങ്ങോട്ടുള്ള യാത്ര കുറച്ചുകൂടെ ശാന്തവും മനോഹരവുമായിരുന്നു. തിരിച്ചുള്ള യാത്രയിലാണ് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് കടലും കാഴ്ചകളും നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞത്. അങ്ങോട്ടുള്ള യാത്രയിൽ ഫെറിയിലുള്ള തിരക്ക് മൂലം നന്നായിട്ട് ബോട്ട് യാത്ര ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോട്ട് ഇറങ്ങിയതും ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടാണ് പോയത്. അതിനുശേഷം നമ്മൾ കന്യാകുമാരിയിലെ മറ്റു കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. 1948-ല് മഹാത്മാഗാന്ധിയുടെ മരണശേഷം ഗാന്ധിയുടെ ചിതാഭസ്മം 12 വ്യത്യസ്ത കലശങ്ങളിൽ സൂക്ഷിച്ചിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നിമജ്ജനത്തിനായിട്ട് കൊണ്ടുപോയി. അതില് ഒരു കലശം കന്യാകുമാരിയിലേക്ക് കൊണ്ടുവന്നു. ആ കലശം സൂക്ഷിച്ച സ്ഥലത്താണ് ഇന്ന് കന്യാകുമാരിയിലുള്ള ഗാന്ധി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധി സ്മാരകത്തിന് തൊട്ടടുത്ത് തന്നെ ത്രിവേണി സംഗമം, അതായത് ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷൻ ആൻഡ് അറേബ്യൻ സീ ഒരുമിക്കുന്ന സ്ഥലം. ഇതിനധികം ദൂരത്തല്ലാതെ തന്നെ സൺസെറ്റ് ഒക്കെ കാണാനായിട്ടുള്ള വ്യൂ ടവറും ഉണ്ട്. ഇതൊക്കെയാണ് തൊട്ടടുത്തുള്ള മറ്റുള്ള കാഴ്ചകൾ. ഇതോടുകൂടി കന്യാകുമാരിയിലെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള പത്മനാഭപുരം പാലസിലേക്ക് ബസ് പിടിച്ചു. മോർണിംഗ് 9 to 12:30 ആഫ്റ്റർനൂണ് 2 to 4:30 ആണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിന്റെ ടൈമിങ്സ്. ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്തായാലും പത്മനാഭപുരം പാലസിന്റെ അങ്ങോട്ട് എത്താനായിട്ട് സാധിച്ചു. കൽക്കുളം കൊട്ടാരം എന്നുകൂടെ പത്മനാഭപുരം പാലസ് അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്താണ് തിരുവിതാംകൂർ കാലഘട്ടത്തിലെ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഇന്നും ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥതയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും കേരള സർക്കാരാണ്. പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ മുൻ തലസ്ഥാന നഗരമാണ് പത്മനാഭപുരം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വേളി കുന്നുകളുടെ അടിവാരത്തില് വള്ളി നദിക്ക് സമീപത്തായിട്ടാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാര സമുച്ചയത്തിലെ വലിയ ക്ലോക്ക് ടവറിലെ ക്ലോക്കിന് ഏതാണ്ട് 300 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് പത്മനാഭപുരം കൊട്ടാരം. കൊട്ടാരത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഘടനകളില് രാജാവിന്റെ കൗൺസിൽ ചേംബർ, മന്ത്രശാല, തായ് കൊട്ടാരം, അത് 1950-ന് മുൻപ് നിർമ്മിച്ചതാണ്. നാടകശാല, അത് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. മണിച്ചിത്രത്താഴിലെ ക്ലൈമാക്സ് രംഗങ്ങളിലൂടെയും ഹിസ്ഹനെ സബ്ദുള്ള എന്ന മലയാള സിനിമയിലൂടെയും മറ്റ് സിനിമകളിലൂടെയും മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിയതാണ് ഈ കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരമാണ് ദർഭകുളങ്ങര കൊട്ടാരം എന്നുകൂടി പേരുള്ള തായ് കൊട്ടാരം. കൊട്ടാരത്തിലുള്ളവർക്ക് ആപത്ഘട്ടങ്ങളിൽ രക്ഷാമാർഗമായി ഉപയോഗിക്കുന്നതിനായി തായ് കൊട്ടാരത്തിന്റെ നടുമുറ്റത്തില് നിന്ന് ആരംഭിക്കുന്ന തുരങ്കപാത ഇവിടെ നിന്ന് കിലോമീറ്ററിലധികം നീളമുള്ള ചാരോട് കൊട്ടാരം വരെ നീണ്ടു കിടക്കുകയാണ്. 1601-ലാണ് 6 ഏക്കറോളം വരുന്ന കൊട്ടാര വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരം നിർമ്മാണത്തിന് തുടക്കമിട്ടത്. പിന്നീട് 1741-ലെ കുളച്ചിൽ യുദ്ധത്തിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കി പണിതത്. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് മുൻപ് കേരളത്തിന്റെ ഭാഗമായിരുന്ന കൊട്ടാരം അതിനുശേഷം തമിഴ്നാടിന്റെ ഭാഗമായി മാറുകയായിരുന്നു. പത്മനാഭപുരം പാലസിന്റെ എൻട്രി ഫീസ് വരുന്നത് 35 രൂപയാണ്. ഇതുകൂടാതെ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്താനായിട്ട് 10 രൂപ ഫീസ് കെട്ടേണ്ടതാണ്. വീഡിയോ എടുക്കാൻ അനുവാദമില്ല. കന്യാകുമാരിയിൽ നിന്ന് ബസ് മാർഗം പത്മനാഭപുരം പാലസിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ബസ് സർവീസ് ഇല്ല. കന്യാകുമാരിയിൽ നിന്ന് വടശ്ശേരിയിലേക്ക് ഒരുപാട് ബസ് സർവീസ് ഉണ്ട്. വടശ്ശേരി ഇറങ്ങി തക്കലയിലേക്ക് ബസ് കയറാം. എവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും പത്മനാഭപുരം പാലസിലേക്ക് പോകാൻ നമ്മൾ എത്തിപ്പെടേണ്ട ബസ് സ്റ്റോപ്പ് തക്കല ബസ് സ്റ്റോപ്പാണ്. അവിടെ നിന്നും പത്മനാഭപുരം പാലസിലേക്ക് നമുക്ക് ബസ് കേരളത്തിന്റെ വാസ്തുവിദ്യകളോടും ചരിത്രത്തോടും താല്പര്യമുള്ളവരും പത്മനാഭപുരത്തിന്റെ ചരിത്രത്തോട് താല്പര്യമുള്ളവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നിയത്. പാലസിന് തൊട്ടടുത്ത് തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെയും മറ്റ് കേരള ചരിത്രവും പറയുന്ന ഒരു മ്യൂസിയവും ഉണ്ട്.
പത്മനാഭപുരം പാലസിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായിട്ട് വരുന്നത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനാണ്. തിരിച്ചുള്ള ട്രെയിന് നമ്മൾ നാഗർകോവിൽ നിന്നാണ് കയറിയത്. 2 നൈറ്റും ഒരു ഡേയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. 2 നൈറ്റും ട്രെയിനിൽ തന്നെ ആവുകൊണ്ട് നമുക്ക് റൂം എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഈ 1 ഡേ ട്രിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കന്യാകുമാരിയുടെയും പത്മനാഭപുരം പാലസിന്റെയും ഒരുപിടി നല്ല ഓർമ്മകളും അനുഭവങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വീണ്ടും കോയമ്പത്തൂരിലേക്ക് മടക്കം.